ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ഒരു വ്ളോഗിലോട്ടാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. അപ്പം ഞാൻ ഈ പേളി മാണിയും ശ്രീനി ചേട്ടനെയും ഒക്കെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെളുപ്പാങ്കാലത്ത് തന്നെ എണീറ്റു കേട്ടോ. എണീറ്റ് ഞാൻ ഒരുങ്ങി അവരെ കാണാൻ പോകുന്നതാണ്. ഒരു ഇച്ചിരി പുട്ടിയൊക്കെ ഇട്ട് നല്ല മിടുക്കിയായിട്ട് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാനൊരു ചെറിയ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് നമ്മുടെ ശില്പേനയും കൂടെ കൂട്ടിയിട്ടോ. അവളെയാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നു. ഇവരെ കണ്ട് ഞാനിങ്ങനെ ഓടുകയാണ്. എൻ്റെ ഹൃദയം പിടിപിടിപിടിപിടാന്ന് പറഞ്ഞാണ്ട് അടിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത്രയും സന്തോഷം, ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും എക്സൈറ്റഡ് ആയിട്ടില്ല. ഇപ്പോൾ തലേദിവസം ഉറങ്ങാൻ പറ്റിയില്ല. എന്താ പറയുക, എൻ്റെ സന്തോഷം ഞാൻ അടക്കി പിടിച്ചാണ് ഞാൻ അവിടെ മിണ്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പേളിയെ പോയി കണ്ട് പേളിയോട് മിണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ശ്രീനിച്ചേട്ടൻ വന്ന് ഹലോ പറയുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ എൻ്റെ ചുറ്റിലുള്ള ആളുകളെയൊക്കെ നോക്കിയപ്പോൾ നീല ബേബി, മിനി ആൻറ്റി, അപ്പോൾ നോക്കുമ്പോൾ ശ്രീനിച്ചേട്ടൻ്റെ അമ്മ, ഇവരൊക്കെ ഉണ്ടല്ലോ. ഞാൻ ആക്ച്വലി നമ്മൾ ടി വിയിൽ കണ്ടിട്ടുള്ളെങ്കിലും എന്താണ് ഇവർ ഭയങ്കര ഫ്രണ്ട്ലി പീപ്പിൾസാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ എന്താ പറയുക, നമ്മുടെ സ്വന്തം വീട്ടുകാരെ കാണാൻ പോയ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, എനിക്കറിയില്ല, വാതോരാതെ ഞാൻ മിണ്ടാൻ തുടങ്ങി. എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണ് തോന്നുന്നു. പേളി ടി വി കാണുന്ന പേളിക്ക് പോലും പേളി ഭയങ്കരമായിട്ട് മിണ്ടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഞാൻ പേളിക്ക് മിണ്ടാൻ സമയം കൊടുത്തോന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കുറേ വർത്താനം പറയുമായിരുന്നു. പിന്നെ നില ബേബീനെ, നിത്താര ബേബീനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അവർക്ക് കൊണ്ടുപോയ ഗിഫ്റ്റൊക്കെ ഞാൻ ചെറുതായിട്ട് കൊടുത്തു. ഞാൻ മാണിയങ്കൾക്കും മോളിയാൻറ്റിക്കും ഒരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്തായിരുന്നു. പിന്നെ ഈ ശ്രീനിച്ചേട്ടൻ്റെ അമ്മയ്ക്കും, പിന്നെ ഈ പറഞ്ഞ പോലെ മിനി ആൻറ്റി വരുന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. എന്താണെങ്കിലും അവരെല്ലാവരും കണ്ടു, ഒരുപാട് നേരം സംസാരിച്ചു. ഒരു ഹാഫ് ആൻ അവർ 30 to 45 മിനിറ്റ്സിന് എങ്ങനെയാണെങ്കിലും നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട്. കാരണം അവർ ബോർഡിങ്ങിന് വേണ്ടി ചെക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ടൈമിലായിരുന്നു. അപ്പോൾ കുറേ നേരം വർത്തമാനം പറയുകയൊക്കെ ചെയ്തു. ജെൻസിന് ഞാൻ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇവർ ചെക്കിനെല്ലാം കഴിഞ്ഞ് അവർ കയറി പോകുന്ന ഒരു രംഗമാണ് കേട്ടോ. ഈ ആൻറ്റിമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്, എന്ത് സ്നേഹമായിരുന്നു അറിയാമോ. ഹായ് ഗായ്സ്, അങ്ങനെ ശ്രീനിച്ചേട്ടനെയും പേളിയെയും മക്കളെയും, അതുപോലെ മാണി അങ്കിള്, നമ്മുടെ മോളി ആൻറ്റി, ശ്രീനിച്ചേട്ടൻ്റെ മമ്മി, അതുപോലെ മിനി ആൻറ്റി, ഇവരൊക്കെ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടു. ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ വീട്ടുകാർ വന്ന് പോയിട്ട് പോലെ കെട്ടിപ്പിടിച്ച് മുമ്പ് വരുന്നു. എനിക്കറിയില്ല, ഭയങ്കര സന്തോഷം. ഓൾ ദ താങ്ക്സ് ടു അനു ചേച്ചി. ഈ ഒരു മീറ്റപ്പ് റെഡിയാക്കി തന്ന അനുചേച്ചിക്ക് ഒരുപാട് താങ്ക്സ്. എനിക്കറിയില്ല, കണ്ണൊക്കെ വർദ്ധിച്ചു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ വീഡിയോ എല്ലാം പിടിച്ചു തരുന്ന എൻ്റെ ശില്പക്കുട്ടി, താങ്ക് യു സോ മച്ച്. അതിന് ഞാൻ കുറച്ച് നേരത്തേക്ക് മൈൻഡ് പോലും ചെയ്തില്ല. ശില്പയുടെ കുറച്ച് നേരത്തേക്ക് ഏറ്റവും കൂടുതൽ വന്നു. ഞാനും മറ്റേ വീഡിയോ പിടിക്കുന്നു. സാരമില്ല, ഞാൻ കുറച്ച് നേരത്തേക്ക് എൻ്റെ പ്രൊഫഷൻ ക്യാമറാമാനായിട്ട് മാറ്റിയത്. പക്ഷെ ഭയങ്കര സന്തോഷം. നമ്മളോട് ഭയങ്കര ക്യാഷ്വലായിട്ട് നമ്മൾ ടി വി കാണുന്ന പോലെ തന്നെ സാധാരണ എന്താ പറയുന്ന സാധാരണ മനുഷ്യർ ഭയങ്കര സന്തോഷം തന്നെ. ഇതൊന്നും പറയാനില്ല. ഒന്നുകൂടി അനുചേച്ചിയോട് താങ്ക് യു പറയുന്നു. ശില്പക്കുട്ടി നിന്നോട് താങ്ക് യു പറയുന്നു. ഇങ്ങനെയൊരു അവസരം ഉണ്ടാക്കി തന്ന അനുചേച്ചിയോടാണ് ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത്. അനുചേച്ചി എനിക്ക് വേണ്ടി അവരോട് സംസാരിച്ചില്ലായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ആൻഡ് എന്നെ സംബന്ധിച്ച് ഞാൻ എന്നും ചെറിഷ് ചെയ്യാൻ പോകുന്ന ഒരു നല്ല മൊമെൻ്റ് ആയിരിക്കും. ബിക്കോസ് ഞാൻ അവരെ ലുക്കപ്പ് ചെയ്യുന്ന ഒരു കപ്പിളാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാനും ജെൻസും പോലെയാണെന്നൊക്കെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അതുപോലെയുള്ള ഒരു കോംപ്ലിമെൻറ്റിങ് കപ്പിൾസ് പോലെ ഇവരെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ശില്പ കൂടെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ അവൾ കൂടെ വന്നു വീഡിയോ എടുത്തു തരാനായിട്ട്. കുറേ നേരത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ അവളെ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര, ഞാൻ എന്താ പറയുക, അവളോട് ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇത് പേളിമാണിയുടെ വ്ളോഗിൽ വന്ന കുറച്ച് സീൻസാണ്. ഞാനതൊക്കെ ഇതിൻ്റെ അകത്തിട്ട് ഇട്ടുന്നേ ഉള്ളൂ. അപ്പം അവർ ക്യാമറമാൻ എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഈ സന്തോഷങ്ങളൊന്നും. വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്ക് കൂട്ടുന്നു. കാരണം നമ്മൾ ടി വിയിൽ കാണുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഇവരെ നമ്മൾ നേരിട്ട് കാണുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വലിയ കാര്യമാണ്. അത് ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിനെയും മോഹൻലാലിനെയൊക്കെ കണ്ടാൽ എനിക്ക് ഇത്രയും സന്തോഷം കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ട് നമുക്ക് കൂടുതലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മളെപ്പോലെ സാധാരണക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ. ഇതാണെങ്കിലും ഒരുപാട് സന്തോഷം. ഞാനപ്പം ഇവരുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എൻ്റെ ആക്ഷൻ എന്താണെന്ന് പോലും അറിയില്ല. ഇത് ഞാൻ ജെൻസിനെ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് ഇവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ എന്താ പറയുക, ഞാൻ ഭയങ്കര ഒരു ഹാപ്പി ഹാർട്ടുമായിട്ടാണ് കേട്ടോ ഇവിടുന്ന് പോയത്. പേളിയുടെ കൂട്ടത്തിലും ശ്രീനിച്ചേട്ടൻ്റെ കൂട്ടത്തിലും അവർ ഫാമിലിയുടെ കൂട്ടത്തിലൊക്കെ ഫോട്ടോ എടുത്ത്
വളരെ നല്ലൊരു മോർണിംഗ് ടൈമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കോഫിക്കൊക്കെ പോയി സർക്കിളിൽ അടിച്ചു പൊളിച്ച് കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കണ്ട.